ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡിഫറെൻറ്റ് ടേസ്റ്റിലൊരു ഇടിയപ്പം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ച് വരുമ്പം ഇതിലേക്ക് വെള്ളം എടുത്ത അതേ കപ്പ് തന്നെ 2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് കുഴച്ചെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കണം. ഇതിപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് മാറണം. 2 മീഡിയം സൈസ് ക്യാരറ്റ് 1 കഷ്ണം ബട്ടറും കൂടി ഇട്ട് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും അരിപ്പൊടിയുടെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് സ്മൂത്തായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ സ്മൂത്തായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ഓരോരോ പോർഷൻ എടുത്ത് എണ്ണ തടവിയ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് എണ്ണ തടവിയ ഒരു സ്റ്റീൽ പ്ലേറ്റാണ്. ഇതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും വലിപ്പത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് തേങ്ങ ഇട്ടതിന് ശേഷം നേരത്തെ വഴറ്റി മാറ്റി വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. അത് എത്ര വേണോ അത്രയും ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമായി ഇത് കഴിക്കാൻ വേണ്ടി. ഇനി വീണ്ടും ഇതിൻ്റെ മേലൂടെ കുറച്ചുകൂടി ഇതിങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇത് എത്ര കനത്തിൽ വേണോ അത്രയും നമുക്കിതിൻ്റെ മേലൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഒരു ഇടിയപ്പം മതി നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടി. ഇനി ഇത് ചൂടാക്കി വെച്ച് അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക. ഇത് നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇത് കട്ട് ചെയ്തും നമുക്ക് പ്ലേറ്റിൽ നിരത്തി വെക്കാം. കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് സോഫ്റ്റും കൂടിയാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. രാവിലെ പണിയും എളുപ്പമായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.